ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷൻ രാജ്യത്തെ പൊതുജനങ്ങളോട് അവരുടെ സ്മാർട്ട് ഫോണുകളിൽ നിന്ന് മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമായ വാട്സാപ്പ് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. ഇസ്രായേലിലേക്ക് അയക്കുന്നതിനായി ഉപഭോക്തൃ വിവരങ്ങൾ ആപ്പ് ശേഖരിച്ചുവെന്ന് ആരോപിച്ചാണ് തീരുമാനം. എന്നാൽ ആളുകൾക്ക് ഞങ്ങളുടെ സേവനങ്ങൾ ഏറ്റവും ആവശ്യമുള്ള സമയത്ത് ഈ തെറ്റായ റിപ്പോർട്ടുകൾ ആശങ്കയുണ്ടാക്കുന്നുവെന്ന് വാട്സാപ്പ് ഒരു പ്രസ്താവനയിലൂടെ പറഞ്ഞു. കൂടാതെ വാട്സാപ്പ് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഉപയോഗിക്കാത്തതിനാൽ ഇടനിലക്കാരനായ ഒരു സേവനദാതാവിന് ഒരു സന്ദേശം വായിക്കാൻ കഴിയില്ലെന്നും വാട്സാപ്പ് അറിയിച്ചു. ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റഗ്രാമിൻ്റെയും മാതൃകമ്പനിയായ മെറ്റ പ്ലാറ്റ്ഫോമുകളുടെ ഉടമസ്ഥതയിലുള്ളതാണ് വാട്സാപ്പ്. വർഷങ്ങളായി ഇറാൻ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്കുള്ള ആക്സസ് തടഞ്ഞിട്ടുണ്ടെങ്കിലും രാജ്യത്തെ നിരവധി ആളുകൾ അവ ആക്സസ് ചെയ്യാൻ പ്രോക്സികളും വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്കുകളും അല്ലെങ്കിൽ VPNുകളും ഉപയോഗിക്കുന്നു. 2022 രാജ്യത്തെ സദാചാര പോലീസ് കസ്റ്റഡിയിലെടുത്ത ഒരു സ്ത്രീയുടെ മരണത്തിൽ സർക്കാരിനെതിരെ നടന്ന ബഹുജന പ്രതിഷേധത്തിനിടെ വാട്സാപ്പും ഗൂഗിൾ പ്ലേയും നിരോധിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം അവസാനത്തോടെ ആ നിരോധനം പിൻവലിച്ചു. ഇൻസ്റ്റഗ്രാമിനും ടെലഗ്രാമിനും പുറമെ ഇറാനിലെ ഏറ്റവും ജനപ്രിയ മെസ്സേജിംഗ് ആപ്പുകളിലൊന്നായിരുന്നു വാട്സാപ്പ്.